ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് പാറുക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. പാറു ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ്. അവൾക്ക് ഇന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. പാറുവിൻ്റെ ഫസ്റ്റ് ടൈമാണ് പാറു ഇതുപോലെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത് കേട്ടോ. ഇതിനു മുന്നേ ഫീൽഡ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് 1-2 സ്ഥലത്ത് വെജിറ്റബിൾ ഷോപ്പ് കാണാനും അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. 2-3 പ്രാവശ്യം പല സ്ഥലത്തായിട്ട് പോയിട്ടുണ്ട് അവൾ സ്കൂളിൽ നിന്ന്. പക്ഷേ ഇതുപോലൊരു ട്രിപ്പായിട്ട് ഫസ്റ്റ് ടൈമാണ്. അപ്പം ആളുടെ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടോ. അപ്പോൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ആൾ പോവാറ്. അപ്പോൾ ഇന്നിപ്പോൾ പോകുന്നത് VGP മറൈൻ കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലെ ഒരു അക്വേറിയത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് പോകുന്നത്. നമ്മൾ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടെ ചെന്നൈയിൽ വന്ന ശേഷം. പക്ഷേ ആൾ അതൊന്നും ഓർക്കുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേറെ അല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ 1:30 ആകുമ്പം ചെല്ലാൻ പറഞ്ഞിട്ട് 1:30 വന്നിട്ടുണ്ടായിരുന്നില്ല. 2 മണിയായി അവരുടെ ബസ് വന്നപ്പോൾ കേട്ടോ. അപ്പോൾ അത് പാറുവിനെ വിളിച്ചിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് ആളെ വിളിക്കാൻ വന്നതാണ്. സത്യത്തിൽ ഈ പാത്രം കഴുകി വെച്ചിരിക്കുന്നത് ഒന്ന് എടുത്ത് പാത്രങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് വെക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ആ ട്രേ ഒന്ന് ഫ്രീ ആക്കിയാലാണല്ലോ ഇനി അടുത്ത ഒരു ട്രിപ്പ് കഴുകി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ ഈ പാത്രങ്ങൾ കഴുകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും കിച്ചണിലെല്ലാം ഇങ്ങനെ നിരന്നിരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. അപ്പം മിക്കവർക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ പാത്രങ്ങൾ കഴുകാനുള്ളതും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ വലിയ പാത്രങ്ങളിൽ നിന്നൊക്കെ ചെറിയ പാത്രങ്ങളിലേക്കെല്ലാം മാറ്റി വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കാനുള്ള ഒരു പുറപ്പാടാണ്. അപ്പോൾ ഞാൻ ട്രേ ആദ്യം ഫ്രീ ആക്കി. അത് കഴിഞ്ഞ് ഇന്നിപ്പം വൈകുന്നേരം മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറിയതുകൊണ്ട് ഞാൻ വേഗം ഏപ്രണൊക്കെ കെട്ടിയിട്ടാണ് പാത്രം കഴുകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞ് അടുക്കള ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വേഗം ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഗ്ലൗസാണ് കേട്ടോ അത് നല്ല ഗ്ലൗസാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. ഞാൻ ഓറഞ്ച് കളറിലെ ഗ്ലൗസാണല്ലോ യൂസ് ചെയ്തിരുന്നത്. അതിനേക്കാളും കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണിത്. നമുക്കിങ്ങനെ അത്രയും നമുക്ക് ഈ ഗ്ലൗസ് ഇടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വളരെ കുറവാണ് ഇത് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നല്ലതാണ്. ഞാൻ എപ്പോഴും ഒരെണ്ണം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് കൂടാതെ ഒരെണ്ണം എപ്പോഴും ഞാൻ വാങ്ങിച്ച് സൂക്ഷിക്കാറുണ്ട്. കാരണം ഇത് ഈ ഗ്ലൗസിനൊരു കുഞ്ഞു ഹോള് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കാരണം അതിങ്ങനെ ഈ കപ്പലിൽ കുഞ്ഞൊരു ഹോള് വീണ പോലെയാണ്. മൊത്തം വെള്ളം സോപ്പൊക്കെ നമ്മുടെ കയ്യിലേക്കാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനിത് ഞാൻ എപ്പോഴും എടുത്ത് വയ്ക്കുന്ന ഒരു പെയർ ഇപ്പം ഞാൻ ഉപയോഗിച്ചു. അതായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യണം. അപ്പോൾ ഇത് തന്നെ ഓർഡർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്നും കൂടെ നോക്കണം. കാരണം മറ്റതിൻ്റെ ഡബിൾ പൈസ ഉണ്ട് ഇതിന്. അപ്പം എത്ര നാൾ ലാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കണം. എന്തായാലും ഞാൻ ഒരെണ്ണം ഇത് തന്നെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഉപയോഗിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. അപ്പോൾ പാത്രം കഴുകൽ വലിയൊരു ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ച്. ഈ കൈക്ക് ഒരു പ്രശ്നം വന്നേ പിന്നെ. കാരണം നമുക്കിങ്ങനെ കൈ കിട്ടുന്ന പാത്രങ്ങൾ അപ്പം വേഗം കഴുകി വെക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഒന്നിച്ച് ഒരു പ്രാവശ്യം കുറച്ച് പാത്രങ്ങൾ കൂടി കഴിയുമ്പോൾ പെട്ടെന്ന് ഗ്ലൗസ് ഇട്ടിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കും. അങ്ങനെ പെട്ടെന്ന് കഴുകി മാറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നടക്കാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ ഈ പാത്രം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ ആ ബാൽക്കണിയിൽ ആ ഒരു സ്പേസിലാണ് കൊണ്ട് വയ്ക്കുന്നത്. അവിടെ ആകുമ്പോൾ കുറച്ച് കാറ്റുണ്ട്, പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി കിട്ടും. പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ നല്ല ഡ്രസ്സുകളെന്ന് ഉദ്ദേശിച്ചത് പുറത്തിടുന്ന ഡ്രസ്സുകളും പിന്നെ വീട്ടിൽ നമ്മളിടുന്ന ഡ്രസ്സുകളും ഒക്കെ ഞാൻ ഒന്നിച്ചിടാറില്ല. എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ് ഇടാറ്. ഇപ്പോൾ ഷൈച്ചേറിൻ്റെ ഡ്രസ്സുകൾ ഞാൻ 2-3-4 ദിവസമായി കഴിയുമ്പോഴേക്കും ഞാനതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങിടും. അപ്പോൾ നല്ല ഡ്രസ്സുകൾ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ ഉണ്ടെങ്കിൽ പാറുവിൻ്റെ യൂണിഫോമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല നമ്മൾ പുറത്തിടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ അതിൽ ഇടും. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വീട്ടിലിടുന്നതാണെങ്കിലും അങ്ങനെ കാര്യമായിട്ട് അഴുക്കോ പൊടിയോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ നൂലെല്ലാം കൂടെ ഇങ്ങനെ പല കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമാതിരി ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ വളരെ നല്ലൊരു നമുക്ക് ഒട്ടും നൂലോ അങ്ങനെ ഒന്നും പിടിക്കാതെ നന്നായിട്ട് കിട്ടും. പിന്നെ ഈ മെഷീനും ഫ്രണ്ട് ലോഡ് ആകുമ്പോൾ ഒട്ടും നൂല് പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല.
ഞാൻ ഈ ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ്, സെമി ഓട്ടോമാറ്റിക് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയത് ഈ ഫ്രണ്ട് ലോഡ് തന്നെയാണ് കേട്ടോ. ഈ ടോപ്പ് ലോഡാണെങ്കിലും നല്ല ചിലതൊക്കെ അത്യാവശ്യം നൂല് പിടിക്കുന്നതായിട്ട് ഇങ്ങനെ ഒരു പൊടി പൊടി പോലെ നൂല് വരില്ലേ, അത് ചില തുണികൾക്ക് ഇടുമ്പം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. പക്ഷേ ഈ ഫ്രണ്ട് ലോഡിനാണെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടുതൽ പൈസ ആയാലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ഏറ്റവും നല്ലത് ഫ്രണ്ട് ലോഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. പുതിയതായിട്ട് മെഷീനൊക്കെ മാറ്റാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണിത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ നല്ല ഡ്രസ്സുകൾ ഇതുപോലെ മാറ്റി മാറ്റി നമ്മൾ കഴുകുമ്പോൾ അതും നമുക്ക് പ്രയോജനം തന്നെ ചെയ്യും. കാരണം നമ്മൾ ഓരോ മോഡ് അനുസരിച്ചിട്ടാണല്ലോ ഇടുന്നത്. അപ്പോൾ നല്ല ഡ്രസ്സുകൾ ഇടുമ്പോൾ ആ ഒരു മോഡിൽ മാത്രം ഇട്ടാൽ മതി. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ കൂടെ ഒരു കൊളായി പോവും. മിക്കവരും ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും. ഇനി ആദ്യമായിട്ടൊക്കെ ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒന്നും താമസിക്കുന്നില്ല, അതുപോലെയൊക്കെ മാറി താമസിക്കുക, കല്യാണം കഴിഞ്ഞ് ഉടനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ചെയ്ത് ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഷെയർ ചെയ്തതേ ഉള്ളൂ. പിന്നെ തുണി വിരിക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ നല്ല വശം അകത്തേക്ക് ഇട്ടിട്ട്, അതായത് ആ ഉള്ളിലുള്ള വശം പുറത്തിട്ടിട്ടാണ് ഞാൻ എപ്പോഴും വിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നരച്ചു പോകുന്നില്ല, ഡ്രസ്സുകൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ബാൽക്കണിയിൽ തന്നെ വിരിക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും ഒരുപാട് അടിക്കില്ല. അതുകൊണ്ട് തന്നെ തുണികൾ നരച്ചു പോകുന്ന പ്രശ്നമൊന്നും നമുക്ക് ഇവിടെ ഇല്ല. നമ്മൾ ഒരു ഷെയ്ഡിലിട്ട് ഉണക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ പിന്നെ നല്ല കാറ്റുമുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്. അപ്പം ഡയറക്റ്റ് അങ്ങോട്ട് കിട്ടില്ല എന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ തുണികളൊക്കെ നന്നായിട്ട് എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ നരച്ചു പോകുന്ന പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കയറി. അപ്പോൾ പാറു എൻ്റെ കൂടെ തന്നെ ഉണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഉരുള അവൾക്ക് കൊടുക്കണം. അപ്പോൾ അത് വെച്ചിട്ട് ആളിരുന്ന് കളിച്ചോളും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കാരണം കൗണ്ടർ ടോപ്പിൽ കയറി ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു കണ്ണുണ്ടായാൽ മതി. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ഞാനിങ്ങോട്ട് പോന്ന് കഴിയുമ്പം ആൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. എൻ്റെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയാണ് എപ്പോഴും നടക്കുക. അപ്പോൾ പിന്നെ TV വെച്ച് കൊടുക്കണം. അപ്പോൾ ആ സ്ക്രീൻ ടൈം ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ആളെ അങ്ങ് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഇരുത്തു കേട്ടോ. അപ്പം ഞാനൊരു ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുക. മുട്ട പൊരിക്കുക അതൊക്കെ ഈ ചട്ടിയിലാണ് ചെയ്യണേ. ഈ ചപ്പാത്തി നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കണതിൽ എനിക്ക് എപ്പോഴും ഇഷ്ടം ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. അത് ഒരു കുറച്ചും കൂടെ അതിൻ്റെ ഒരു നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതെനിക്ക് ആ വേർഡ് കിട്ടുന്നില്ല. അത് നല്ലൊരു വേറൊരു ടെക്സ്ചറായിരിക്കുള്ളൂ അതിനും ഇതിനും കേട്ടോ എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളത്തിൽ കുഴക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. ഞാൻ അത്യാവശ്യം നല്ല ചൂടാക്കിയിട്ട് തന്നെയാണ് കുഴയ്ക്കുക. അപ്പോൾ ഇത് പിറ്റേ ദിവസം ആയാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ അപ്പുറത്ത് ചൂടുവെള്ളം, നമ്മൾ ജീരകവെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അത് അത്യാവശ്യം തിളച്ച് വന്നു കേട്ടോ. ഈ ജീരകവെള്ളം കുടിക്കാൻ തുടങ്ങിയ പിന്നെ ഉണ്ടല്ലോ എൻ്റെ ബ്ലോട്ടിങ് സെൻസേഷനൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇത് അത്യാവശ്യം നമുക്ക് നല്ലൊരു ഡ്രിങ്കാണ്, മോർണിംഗ് ഡ്രിങ്കായിട്ട് കുടിക്കാം. പിന്നെ നൈറ്റിൽ നമുക്ക് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കിടക്കുവാണെങ്കിൽ നല്ലൊരു സുഖമായിരിക്കുള്ളൂ വയറിനൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ശീലമാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ബ്ലോട്ടിങ് സെൻസേഷനൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുടിക്കാവുന്ന ഒരു സാധനമാണ്. ജീരകം ഇതുപോലെ ഇട്ട് വെള്ളം വെറുതെ വറക്കൊന്നും വേണ്ട, സാധാരണ വെറുതെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം രാത്രി കിടക്കുന്നതിന് മുന്നേയും രാവിലെയുമായിട്ട് കുടിക്കാം. അതെല്ലാം കുറച്ചുകൂടെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സന്ധ്യ ആകുമ്പോഴേക്കും തിളപ്പിച്ചിടും. എന്നിട്ട് പിന്നെ അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഞാൻ കുടിക്കും. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും, ജീരകവെള്ളം കുടിക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം നമ്മുടെ മോർണിംഗ് ഡ്രിങ്കായിട്ട് ചെറിയ ചൂടാക്കിയിട്ട് ചെറു ചൂടുവെള്ളമായിട്ട് കുടിക്കും. പിന്നെ ബാലൻസ് ഉള്ളത് അങ്ങ് കുടിച്ച് തീർക്കും അന്നത്തെ ദിവസം. പിന്നെ ഞാൻ ഈ ഈവനിങ്ങിൽ മാത്രമാണ് അത് തിളപ്പിക്കുക. അപ്പോൾ അതിന് ഗ്യാപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള വെള്ളം കുടിക്കാം. ശരിക്കും ബ്ലോട്ടിംഗ് സെൻസേഷൻ ശരിക്കും കുറയും കേട്ടോ. അപ്പം നമ്മൾ ഡിന്നറൊക്കെ കഴിക്കാൻ പോവാണ്. ഞാനപ്പോൾ ഈ മുട്ടയും ഇതൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ആ പുലാവ് ഉണ്ടായിരുന്നതൊക്കെ കഴിച്ചതുകൊണ്ട് എനിക്കിനി കഴിക്കണ്ട. ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഡിന്നർ കഴിക്കുകയും ചെയ്യും. ഇന്ന് ഷൈച്ചേട്ടൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ പാറും ഇപ്പോൾ കഴിക്കുകയാണ്. അവൾ പഴംപൊരിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നു ഈവനിങ്ങിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ പറയണം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അതിന്. കമൻ്റ് ഇടാനായിട്ട് കുറേ പേർക്ക് മടിയാണ്, ലൈക്ക് ചെയ്യാനും മടിയാണ്. അപ്പോൾ മടി വിചാരിക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.